വെൽക്കം ബാക്ക്. എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. ഒന്നുമില്ല, നമ്മളെ ഏളാമാന്റെ മോന് ഇന്ന് വരുന്നുണ്ട്. അപ്പൊ ഇന്നലെ അവൻ വിളിച്ചാണ്ട് എന്നോട് പറഞ്ഞ് നീ ഇന്ന് രാവിലെ ഒന്ന് എയർപോർട്ടിൽ വരണം, ഞാൻ വരുന്നുണ്ട്, അപ്പം അവർക്കൊരു സർപ്രൈസ് കൊടുക്കാനാണ് വീട്ടിലൊരുക്കെന്ന് പറഞ്ഞിട്ട് ആണ് വരുന്നത്. അപ്പൊ ഞാനവനെ വണ്ടി എടുത്ത് പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. വെറൈറ്റി ആയിരിക്കും സംഭവം. എന്താ വെച്ചാലേ ഒരു സർപ്രൈസ്, അതായത് ഒരു ഉമ്മാക്കും ഉപ്പാക്കും അവരുടെ മക്കള് എന്ന് പറഞ്ഞാല് വലിയൊരു ഇതല്ലേ. അപ്പൊ 3 കൊല്ലൊക്കെ ഗൾഫിൽ പുറത്ത് പോയിട്ട് പിന്നെ അവരെ കാണാൻ വരുമ്പോ, അതും സർപ്രൈസ് ആയിട്ട് കാണാൻ വരുമ്പോ വേറൊരു രസമായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു മൊമെന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പം അതിലേക്ക് ഓക്കെ. ഇപ്പൊ നമ്മൾ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അവൻ ഏതായാലും അവിടെ പുറത്ത് എത്തിയിട്ടുണ്ട് എന്നാ പറഞ്ഞത് വിളിച്ചാണ്ട്. ഏതായാലും നമ്മൾ പോയി നോക്കാം അല്ലേ. എയർപോർട്ടാണ് ഈ കാണുന്നത്, കൊണ്ടോട്ടി എയർപോർട്ട്, കരിപ്പൂര്. ഈ ഒരു കവാടൊക്കെ കാണാം. ഉള്ളിലേക്ക് കയറുമ്പോ ഇവിടെ ഒരു പാസ് ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര ചൊറ പരിപാടിയാണ് കേട്ടോ. അവിടെ ഇവിടെ നമുക്കൊരു പാസ് തരും. നമ്മളിത് അങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കാണ്. സംഭവമൊക്കെ കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറഞ്ഞാല് നമ്മളെ സംഭവം കാലിക്കറ്റ് എയർപോർട്ടാന്ന് പറയാം, പക്ഷെ അത് നമ്മളെ മലപ്പുറംകാരെ എയർപോർട്ടാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ മലപ്പുറം ജില്ലയിലാണ് ഈ എയർപോർട്ട് ഉള്ളത്. പേര് മൊത്തം കോഴിക്കോടിനും. എന്തായാലും അതൊന്നും ഇപ്പോഴത്തെ വിഷയം. ഏതായാലും ഇതാ നമ്മളിങ്ങനെ നല്ല അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ കണ്ടാണ് എയർപോർട്ട്. ഇതാണ് എയർപോർട്ടിൻ്റെ ഒരു വ്യൂ കണ്ടില്ല നിങ്ങൾ. ഇന്റർനാഷണൽ എയർപോർട്ട്, അടിപൊളി എയർപോർട്ടാണ് കണ്ടോ. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നൊക്കെ കണ്ടോ അവിടെ എഴുതിച്ചുണ്ടോ. അത് മലപ്പുറം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു വേറെ ഒരു മലപ്പുറംകാർക്ക് ഒരു വേറെ തന്നെയാണ് അല്ലേ. ഇവിടെ നമ്മൾ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈം ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ അവരുടെ ഫാമിലിയും ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ ഇതാ കാത്തിരിക്കുകയാണ്. ഈ ഒരു മൊമെന്റ് വേറെ രസമാണ് അല്ലേ. അപ്പോൾ ഇതാ ചെക്കന്താ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് പോകുന്നത് അപ്പുറത്ത് കൂടെ ഇറങ്ങി വന്നിട്ട്. എന്തായാലും ഇതാ അത് നമ്മള് ലോഡൊക്കെ കയറ്റിയതാ ചെക്കന് ഉള്ളൊക്കെ തിന്നുണ്ടാ. ഫുൾ ലോഡ് സാധനം ഇറക്കി പോകുന്നതിന് സൗദിന്ന് കണ്ടാ 3 വെട്ടിയൊക്കെയാണ് ഉള്ളത്. എന്നാ പോലെ നമ്മള് 1 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്ത്. അപ്പം വിളിച്ചാറിനാണ്ട് 1 മണിക്കൂറാണ് ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്ത്. എന്നാലും ആളെത്തിന്. അപ്പം നമ്മളിഞ്ഞി പോവാണ്. ഇനി വേറെ സർപ്രൈസ് പറഞ്ഞാൽ വീട്ടിലെത്തിയിട്ടുള്ള സർപ്രൈസാണ്. അത് വേറെ ഇവൻ്റെ ഒരു ഫസ്റ്റത്തെ ആഗ്രഹമാണ് വീട്ടിലൊരു സർപ്രൈസ് കൊടുക്കണം. അപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ള പരിപാടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇതാ ചെക്കൻ്റെ നാട്ടിലെത്തിയതിൻ്റെ സന്തോഷത്തിലാണ്. എന്താ നാടെന്താ അവസ്ഥ? ഇവിടെ പെരയൊക്കെ തന്നെ ആയോ? ഏതാ ഇതാ ഈദില്ലേ? കാക്ക പോയിനെ. പോയിക്കോട്ടല്ലേ. പഴയ സ്കൂള്, ജീവ് പഠിച്ച സ്കൂള്. എന്താല്ലേ ഊറ്റന്നെ ഊറ്റം. ആ ഗ്രൗണ്ട് പെരക്കെത്താനായിക്കൊണ്ടിരിക്കാണ് ഗെയ്സ്. മൊത്തം കാടായോന്ന് അതൊക്കെയാ. എല്ലാരും പുറത്തിറങ്ങിക്കുണ്ട് കേട്ടോ. സീനാണ് ഭയങ്കര. ഐസു പേര. ഇതാണ് എന്റെ പേര അല്ലേ. ഇതാന്റെ പേര. ആരൊക്കെ ഉണ്ടല്ലോ. എക്സൈറ്റ്മെന്റിൽ നോക്കിക്കണം. റീഷ നിക്കണം. ആരപ്പ ഇതില് കാറില് മൊയ്തടിച്ചെങ്ങനെ നിക്കണ്ടിട്ട് 2 ആള്. ആരാ വന്നേ എനിക്കറിയില്ല. എന്താലേ ആരെ 2 ആൾക്കാരോട് വന്നിന് കാറിലേന്ന്. അപ്പൊ ഉമ്മച്ചി അവിടെ ഇങ്ങോട്ടല്ലേ തന്നെ വരാം.
ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. എങ്ങനെയുണ്ട് നിങ്ങളെ കാറിനോട് വന്നപ്പോ? എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? യൂട്യൂബർ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മളെ ഉമ്മാന്റെ അടുക്ക് പോവാണ്. ഉമ്മാന്റെ കൂടെ കേറാണ് കേട്ടോ. ഇവിടെ കൊറേ ടീംസുകളുണ്ട്.